ഹലോ എവ്രി വൺ. നമ്മൾ 10th ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിന്റെ വഴികൾ എന്നാണ് അല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഒക്കെ പഠിച്ചു. പിന്നീട് അതിനുശേഷം നമ്മൾ സ്പീസിയേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ തെളിവുകൾ, ഇത്രയാണ് പറഞ്ഞത് അല്ലേ. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ എവല്യൂഷൻ അല്ലെങ്കിൽ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, ഈ കൊറോണ സമയത്തൊക്കെ വൈറസുകൾ ഉണ്ടായിരുന്നു. വൈറസുകൾ കാരണമാണ് കൊറോണ വന്നത് അല്ലേ. ആ വൈറസുകൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെയാണോ ഹ്യൂമൻ ബീങ്സിന്റെ എവല്യൂഷൻ? അല്ല അല്ലേ. അപ്പൊ വൈറസുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഫാസ്റ്റ് ആയിട്ട് എവല്യൂഷൻ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നത് സ്ലോലിയാണ്. അതായത് വളരെ പതുക്കെയാണ് ഹ്യൂമൻ എവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷണറി ട്രീ, പരിണാമ വൃക്ഷത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും, അതായത് മങ്കീസ്, ഏപ്സ്, അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർ, നമ്മളെല്ലാവരും വരുന്നത് ഒരേ ഓർഡറിലാണ്. ആ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് പ്രൈമേറ്റ്സ് എന്ന് വിളിക്കും. അപ്പം 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജീവികളെ എല്ലാം ആദ്യം കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനകത്തില് നമ്മളും മങ്കീസും ഏപ്സ് എന്ന് പറഞ്ഞാൽ ചിമ്പാൻസിയും ഗൊറില്ലയൊക്കെ വരുന്ന ഗ്രൂപ്പ്. അപ്പൊ ഇവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കോമൺ ഓർഡറിലാണ്. ഓർഡറിന്റെ പേരെന്താണ്? പ്രൈമേറ്റ്സ്. ഈ പ്രൈമേറ്റുകളുടെ പ്രത്യേകത എന്താണ്? പ്രൈമേറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ തമ്പ് ദാറ്റ് ക്യാൻ ബി ഒപ്പോസ് ടു അതർ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തമ്പ് അല്ലെങ്കിൽ തള്ളവിരൽ എന്ന് പറയുന്നത് മറ്റു ഫിംഗേഴ്സ്, മറ്റു വിരലുകളുമായിട്ട് സമ്മുഖമാക്കാനായിട്ട് പറ്റും. അതായത് ഈ ഫേസ് ടു ഫേസിലെ, അതായത് ഈ തമ്പും മറ്റു വിരലുകളും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? സമ്മുഖമാക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കഴിവുള്ളവര് ആരാണ്? പ്രൈമേറ്റുകളാണ്. അതുപോലെ തന്നെ ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം, ലാർജർ ബ്രെയിൻ, അതായത് ബ്രെയിൻ ഒക്കെ വളരെ വലിപ്പമുള്ളവരായിരിക്കും ഏതിൽ വരുന്നത്? പ്രൈമേറ്റ്സിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ നെയിൽസ്, നഖങ്ങൾ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. ഇനി നമ്മളെക്കാൾ മുമ്പേ ഉള്ള ഇപ്പൊ ഡോഗിന്റെയോ ക്യാറ്റിന്റെയോ ഒക്കെ നെയിൽസ് എന്ന് പറയുമ്പോൾ അത് കൂർത്ത നഖങ്ങളാണ് ഇല്ലേ. പക്ഷെ നമ്മളുടെ നെയിൽസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ്, നല്ല പരന്ന നഖങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗ്രാസ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്, അതായത് എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുന്ന കൈകളുണ്ട്. പക്ഷെ ഡോഗിനും ക്യാറ്റിനും ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ നമ്മൾ എല്ലാവരും വരുന്ന ഗ്രൂപ്പ് ഏതാണ്? പ്രൈമേറ്റ്സ് ആണ്. അതായത് പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന ഓർഡറിലാണ് മങ്കീസും ഗിബണും ഒറാങ്കൂട്ടാനും ഗൊറില്ലയും എല്ലാം വരുന്നത്. ഇനി ഈ മങ്കീസും ചിമ്പാൻസിയും ഗൊറില്ലയും ഹ്യൂമൻ ബീങ്സും എല്ലാം വരുന്ന ഒരു ആന്ത്രോപോയിഡിയെ. ഇനി ആന്ത്രോപോയിഡിയയിൽ വരുന്ന ഇവരെല്ലാവരും ഒരുപോലെയല്ല, ഇവർക്ക് ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ ആന്ത്രോപോയിഡിയെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഫാമിലീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സെർക്കോപിത്തിക്കോയിഡിയ ആൻഡ് ഹോമിനോയിഡിയ. അപ്പൊ ഇതിനകത്തില് സെർക്കോപിത്തിക്കോയിഡിയയിൽ വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മങ്കീസ്. കാരണം മങ്കീസിന് സ്മോളർ ബ്രെയിൻ ആണുള്ളത്. അതായത് മങ്കീസിന്റെ ബ്രെയിന് വലിപ്പം അങ്ങനെയാണ് കുറവാണ് അല്ലെ, മസ്തിഷ്കത്തിന് വലിപ്പം കുറവാണ്. അതുപോലെ തന്നെ ദേ ഹാവ് എ ടെയിൽ, അവർക്ക് എന്തോ ഉണ്ട്? വാലും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ബ്രെയിനിന്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതാണ്. അതുകൊണ്ട് ഇവർ വരുന്ന ഫാമിലി ഏതാണ്? സെർക്കോപിത്തിക്കോയിഡിയ. ഇനി ഗിബൺ, ഒറാങ്കൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൻ, ഇവരുടെ ഇത്രയും പേരുടെ പ്രത്യേകത ലാർജർ ബ്രെയിൻ ആണ്. അതായത് മസ്തിഷ്കത്തിന് വലിപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് ടെയിൽ അല്ലെങ്കിൽ വാലില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വരുന്ന ഫാമിലിയാണ് ഏതെന്ന് പറയുന്നത്? ഹോമിനോയിഡിയ. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, അതായത് മങ്കീസും ചിമ്പാൻസിയും ഗൊറില്ല എല്ലാം വരുന്നത് ഒരേ ഓർഡറിലാണ്. ഓർഡറിന്റെ പേര് പ്രൈമേറ്റ്സ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആന്ത്രോപോയിഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇനി ആന്ത്രോപോയിഡിയയിൽ വരുന്ന എല്ലാവരും ഒരുപോലെയാണോ? അല്ല, ഡിഫറൻസസ് ഉണ്ട്. അതായത് ടെയിലിന്റെ പ്രസൻസും ബ്രെയിനിന്റെ സൈസും നോക്കിയിട്ട് 2ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ് 2 ഫാമിലീസ്? സെർക്കോപിത്തിക്കോയിഡിയ ആൻഡ് ഹോമിനോയിഡിയ. സെർക്കോപിത്തിക്കോയിഡിയയിൽ വരുന്നവർക്ക് സ്മോൾ ബ്രെയിനും അതുപോലെ തന്നെ ടെയിലും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? മങ്കീസ്. ഇനി ഗിബൺ, ഒറാങ്കൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൻ ബീങ്സ്, ഇത്രയും പേര് വരുന്നത് ഹോമിനോയിഡിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. കാരണം നമുക്ക് എല്ലാവർക്കും എങ്ങനെയുള്ള ബ്രെയിൻ ആണ്? ലാർജ് സൈസ്ഡ് ബ്രെയിൻ ആണ്. അതുപോലെ തന്നെ ടെയിൽ, വാല് ആബ്സെന്റുമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഏത് ഫാമിലിയിൽ വന്നിരിക്കുന്നത്? ഹോമിനോയിഡിയ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളെല്ലാവരും തമ്മിൽ എന്തോ ഉണ്ട്? ബന്ധമൊക്കെ ഉണ്ട്. ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഏതിൽ വന്നിരിക്കുന്നത്? പ്രൈമേറ്റ്സിൽ വന്നിരിക്കുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ എവിഡൻസസ് അല്ലെങ്കിൽ തെളിവുകളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ജീവി എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞത്? ചിമ്പാൻസി ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ ചിമ്പാൻസി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറിയതാണോ? അല്ല. ഈ ചിമ്പാൻസിക്കും മനുഷ്യനും ഇടയ്ക്ക് ധാരാളം പേര് വന്നിട്ടുണ്ട്. നമുക്കെന്ന് പറയുന്നത് ചിമ്പാൻസിയുമായിട്ടാണ് അടുത്ത ബന്ധമുള്ളത്. അപ്പൊ ഈ ചിമ്പാൻസിക്കും മനുഷ്യനും ഇടയ്ക്ക് ധാരാളം ഓർഗാനിസംസ് വന്നിട്ടുണ്ട്. അതായത് ഇവർക്കിടയിൽ ധാരാളം മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മെമ്പേഴ്സ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യ പരിണാമത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് നോക്കാം.
ആദ്യത്തെ ആളെന്ന് പറയുന്നത് സഹേലാന്ത്രോപ്പസ് ചാഡൻസിസ്. സഹേലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ പിക്ചേഴ്സ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇവരെന്ന് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ഫസ്റ്റ് ലിങ്ക് ആണ്. അതായത് മനുഷ്യന്റെ പരിണാമ പരമ്പരയിലെ ആദ്യത്തെ കണ്ണിയാണ് ഏതെന്ന് പറയുന്നത് സഹേലാന്ത്രോപ്പസ് ചാഡൻസിസ്. അപ്പൊ ഇവർക്ക് ആരുമായിട്ടായിരിക്കും കൂടുതൽ ബന്ധം? ചിമ്പാൻസിയുമായിട്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ സഹേലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്ന് പറയുന്നവരുടെ ഫോസിൽസ് ലഭിച്ചത് ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ്. അപ്പൊ ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ഫസ്റ്റ് ലിങ്ക് ആണ് ഏതെന്ന് പറയുന്നത് സഹേലാന്ത്രോപ്പസ് ചാഡൻസിസ്. അതായത് മനുഷ്യ പരിണാമ പരമ്പരയിലെ ആദ്യത്തെ ജീവികളാണ് ഏത്? സഹേലാന്ത്രോപ്പസ് ചാഡൻസിസ്. ഇവരുടെ ഫോസിലുകൾ എവിടെ നിന്നുമാണ് ലഭിച്ചത്? ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ്. ഇവരുടെ ക്രേനിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ മസ്തിഷ്ക വലിപ്പം എന്ന് പറയുന്നത് 350 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതായത് 350 സെന്റിമീറ്റർ ക്യൂബ് ആണ് ആരുടെ ക്രേനിയൽ കപ്പാസിറ്റി, മസ്തിഷ്ക വലിപ്പം എന്ന് പറയുന്നത്? സഹേലാന്ത്രോപ്പസ് ചാഡൻസിസിന്റെ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ആസ്ട്രലോപിത്തിക്കസ്. ആസ്ട്രലോപിത്തിക്കസിന്റെയും ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. ഇനി ഇവരുടെ സ്കെലിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അസ്ഥിയുടെ ഘടന നോക്കിയപ്പോൾ ഇവർ ബൈപെഡലിസം കാണിക്കുന്നുണ്ട്. അപ്പൊ ആസ്ട്രലോപിത്തിക്കസിന്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ നോക്കിയപ്പോൾ അവര് ബൈപെഡലിസം കാണിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ബൈപെഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് കാലിൽ നടക്കാൻ കഴിവുള്ളവരായിരുന്നു. അതായത് ഇവര് രണ്ട് കാലിൽ നടക്കുന്നവരായിരുന്നു എന്ന് എന്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു? അവരുടെ അസ്ഥികളുടെ ഘടന നോക്കിയപ്പോൾ മനസ്സിലായി. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസ് എന്ന് പറയുമ്പോൾ ഇവരുടെയും ഫോസിലുകൾ ലഭിച്ചത് ഇവിടെ നിന്നുമാണ്? ആഫ്രിക്കയിൽ നിന്നുമാണ് അല്ലേ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ 3 പേരുടെയും ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ഇനി ഈ ഹോമോ ഹബിലിസ് എന്ന് പറയുമ്പോൾ അവർക്ക് ലാർജ് സ്കള്ളായിരുന്നു. അതായത് അവരുടെ തലയോട്ടി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ഇവര് സ്റ്റോൺസിൽ നിന്നുമൊക്കെ ടൂൾസ് നിർമ്മിക്കുമായിരുന്നു വിത്ത് ഹാൻഡ്സ്. അതായത് കൈകൾ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? കല്ലുകൾ കൊണ്ടൊക്കെ ഉള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുമായിരുന്നു. ഇനി ലിവിങ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്, അതായത് ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടായിരുന്നു ഇവര് ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവര് ഹണ്ടിങ് അല്ലെങ്കിൽ വേട്ടയാടൽ നടത്തുമായിരുന്നു. അപ്പൊ ഹോമോ ഹബിലിസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ഇവര് സ്റ്റോൺസ് കൊണ്ടുള്ള ടൂൾസ്, ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുമായിരുന്നു. പിന്നെ ലാർജ് സ്കൾ, വലിയ തലയോട്ടിയായിരുന്നു. സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഇവര് ഹണ്ടിങ് ഒക്കെ നടത്തുമായിരുന്നു അല്ലെ, അല്ലെങ്കിൽ വേട്ടയാടുമായിരുന്നു. അപ്പൊ ഇത്രയാണ് ആരുടെ പ്രത്യേകതകൾ? ഹോമോ ഹബിലിസ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസിന്റെ ഫോസിൽസ് ലഭിച്ചത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമാണ്. അതായത് ഈ 3 നിന്നും ആരുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്? ഹോമോ ഇറക്ടസ്. അപ്പൊ ഹോമോ ഇറക്ടസിന്റെ ഫോസിൽസ് ലഭിച്ചത് എവിടെ നിന്നൊക്കെയാണ്? ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, ഈ 3 നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് they were able to walk upright, അതായത് നേരെ നടക്കാൻ, നിവർന്ന് നടക്കാൻ സാധിക്കുന്നവരായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ ഹോമോ ഇറക്ടസ്. അതുപോലെ തന്നെ ഇവര് നല്ല ടൂൾസ്, അതായത് സ്റ്റോൺസിൽ നിന്നുമൊക്കെ നല്ല ടൂൾസ് നിർമ്മിക്കുമായിരുന്നു, ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുമായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുമായിരുന്നു? ഹണ്ടിങ് അല്ലെങ്കിൽ വേട്ടയാടൽ നടത്തുമായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ലാർജ് ഫോർഹെഡ്, അതായത് നെറ്റി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഓംനിവോർസ് ആയിരുന്നു. ഓംനിവോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവര് പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും കഴിക്കുമായിരുന്നു. ഓംനിവോർസ് ആയിരുന്നു. അപ്പൊ ഇത്രയാണ് ആരുടെ പ്രത്യേകതകൾ? ഹോമോ ഇറക്ടസ്. അപ്പൊ ഹോമോ ഇറക്ടസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമാണ്. ദെൻ ഇവർക്ക് ലാർജ് ഫോർഹെഡ്, അതായത് വലിപ്പമുള്ള നെറ്റി ഉണ്ടായിരുന്നു. ഓംനിവോർസ് ആണ്, അതായത് ഇവരെന്ന് പറയുന്നത് സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുമായിരുന്നു. സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് നല്ല ടൂൾസ് നിർമ്മിക്കുമായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് ഇവര് ഹണ്ടിങ് അല്ലെങ്കിൽ വേട്ടയാടൽ നടത്തുമായിരുന്നു. അതുപോലെ തന്നെ they were able to walk upright, അതായത് നേരെ നിവർന്ന് നടക്കാൻ സാധിക്കുന്നവരായിരുന്നു ആരെന്ന് പറയുന്നത്? ഹോമോ ഇറക്ടസ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഹോമോ നിയാണ്ടർതാലൻസിസ്. ഹോമോ നിയാണ്ടർതാലൻസിസിന്റെ ഫോസിൽസ് ലഭിച്ചത് ജർമ്മനിയിൽ നിന്നുമാണ്. ഇനി ഇവരെന്ന് പറയുന്നത് കണ്ടംപററി ടു മോഡേൺ മാൻ, അതായത് ആധുനിക മനുഷ്യർ, അതായത് നമ്മളുണ്ടല്ലോ ഹോമോസാപ്പിയൻസ്. അപ്പൊ ഈ ആധുനിക മനുഷ്യർക്ക് സമകാലികരായിരുന്നു ആരെന്ന് പറയുന്നത്? ഹോമോ നിയാണ്ടർതാലൻസിസ്. അതായത് ഈ ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ ഉണ്ടായപ്പോൾ തന്നെ ആരും ഉണ്ടായിരുന്നു ഇവിടെ? ഹോമോ നിയാണ്ടർതാലൻസിസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹോമോസാപ്പിയൻസ് വന്നതിന് ശേഷമാണ് പതുക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയത്? ഹോമോ നിയാണ്ടർതാലൻസിസ്. അപ്പൊ ഹോമോ നിയാണ്ടർതാലൻസിസിന്റെ ഫോസിൽസ് ലഭിച്ചത് എവിടെ നിന്നുമാണ്? ജർമ്മനിയിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഫോർഹെഡ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് സ്ലോപ്പിംഗ് ആയിരുന്നു, അതായത് നെറ്റി എന്ന് പറയുന്നത് ചെറുതും അതുപോലെ തന്നെ അല്പം ചരിഞ്ഞതുമായിരുന്നു. ദെൻ തിക്ക് ഐബ്രോസ്, അതായത് നല്ല കട്ടിയുള്ള പുരുകം ഉണ്ടായിരുന്നു. ദെൻ ദേ ബറീഡ് ഡെഡ്, മരിച്ചവരെ അടക്കം ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ആരുടെ പ്രത്യേകതകൾ?
ആളുകളാണ് ഹോമോ നിയാണ്ടർതാലൻസിസ്. അപ്പൊ ഹോമോ നിയാണ്ടർതാലൻസിന്റെ ഫോസിലുകൾ ലഭിച്ചത് ജർമ്മനിയിൽ നിന്നുമാണ്. കണ്ടംപററി ടു മോഡേൺ മാൻ, ആധുനിക മനുഷ്യർക്ക് സമകാലികരായിരുന്നു. പിന്നെ സ്മോൾ ആൻഡ് സ്ലോപ്പിംഗ് ഫോർ ഹെഡ്, അതായത് ചെറുതും ചരിഞ്ഞതുമായിട്ടുള്ള നെറ്റിയായിരുന്നു. തിക്ക് ഐബ്രോസ്, നല്ല കട്ടിയുള്ള പുരികം ഉണ്ടായിരുന്നു. ഇവരെ ബെറീഡ് ദ ഡെഡ്, അതായത് മരിച്ചവരെ അടക്കം ചെയ്യുമായിരുന്നു. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ മോഡേൺ മാൻ ഇല്ലേ, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആധുനിക മനുഷ്യരാണ് ആരെന്ന് പറയുന്നത്? ഹോമോസാപ്പിയൻസ്. അപ്പൊ നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നവരാണ് ഇല്ലേ, സാങ്കേതിക വിദ്യകൾ യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, കൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്നു. കാർഷിക മേഖലയിലൊക്കെ നമ്മൾ ധാരാളം ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വലിയ വലിയ സിറ്റീസ്, നഗരങ്ങളൊക്കെ നമ്മൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, അതായത് ജന്തുക്കളെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? വളർത്താൻ തുടങ്ങി. ദെൻ നമ്മളെന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഗ്രൂപ്പാണ് ഇല്ലേ. അതുപോലെ തന്നെ കൾച്ചറലി ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ്. അപ്പം ഈ ഹ്യൂമൻ എവല്യൂഷനിലെ ലാസ്റ്റ് ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ഹോമോസാപ്പിയൻസ്. അപ്പൊ ഈ ഹോമോസാപ്പിയൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ വലിയ വലിയ സിറ്റീസ് ഒക്കെ നിർമ്മിച്ചു. പിന്നെ നമുക്ക് ആർട്ടും കൾച്ചറും ഒക്കെ ഉണ്ട്, അതായത് കലയും അതുപോലെ തന്നെ സംസ്കാരവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ഹോമോസാപ്പിയൻസ്. അപ്പൊ ഈ ഹോമോസാപ്പിയൻസിൽ എത്തി നിൽക്കുകയാണ് ഹ്യൂമൻ എവല്യൂഷൻ. അപ്പൊ ഹ്യൂമൻ എവല്യൂഷനിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? സഹേലാന്ത്രോപ്പസ് ചാഡൻസിസ്, ആസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാണ്ടർതാലൻസിസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. അപ്പൊ ഈ ഹ്യൂമൻ എവല്യൂഷനിൽ ലാസ്റ്റ് വരുന്നവരാരാണ്? ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ മോഡേൺ മാൻ, ആധുനിക മനുഷ്യർ. അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആധുനിക മനുഷ്യരാണ് ആരെന്ന് പറയുന്നത്? ഹോമോസാപ്പിയൻസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാൻ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.